മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും അത് ദർശിച്ചു. യാത്രകൾ പോകാൻ ഒരുങ്ങുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഇതാ 4 വചനങ്ങൾ തരികയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ 4 വചനങ്ങൾ യാത്രയിലും യാത്രയ്ക്ക് പോകുന്നതിന് മുൻപും യാത്ര പോകുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. കാരണം 4 ചുറ്റിനും ഇതാ എപ്പോഴും നമ്മൾ യാത്രകളിൽ ഒത്തിരി അപകട സാധ്യതകളും അസ്വസ്ഥതകളൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ്. കര, കടൽ, ആകാശമാർഗ്ഗെ യാത്രകൾ ചെയ്യുന്നവർക്ക് വേണ്ടിയും യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവരും ഒക്കെ വചനങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രത്യേകമായ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും യേശുനാമത്തിൻ്റെ ശക്തിയും നമുക്ക് കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയുള്ള 4 വചനങ്ങളാണ് പറഞ്ഞു തരുന്നത്. പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, യാത്ര പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഏത് വചനം പ്രാർത്ഥിക്കണം, ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഏത് വചനഭാഗം ഓർക്കണം എന്നൊക്കെ. അപ്പോൾ യാത്ര പോകുന്നവർക്കും പോകാനിരിക്കുന്നവർക്കൊക്കെ എഴുതി വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏതെങ്കിലും യാത്രകൾ പോകാനിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുക. 1-ാമത്തെ വചനം തോബിത്ത് 5:21. ഒരു നല്ല ദൂതൻ അവനോടൊത്തു പോകും, അവൻ്റെ യാത്ര മംഗളകരമായിരിക്കും, സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ദൈവമേ അങ്ങയുടെ മാലാഖമാരെ അയച്ച് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മൈക്കിൾ, റാഫേൽ, ഗബ്രിയേൽ മാലാഖമാരെ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. 2-ാമത്തെ വചനം പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ 1-ാമത്തെ വചനം തോബിത്ത് 5:21, 2-ാമത്തെ വചനം പുറപ്പാട് 23:20, 3-ാമത്തെ വചനം ജോഷുവ 1:9. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ദൈവമേ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. 4-ാമത്തെ വചനമാണ് സങ്കീർത്തനം 91:11-12. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുള്ള ഒരു വചനമാണ് 91-ാം സങ്കീർത്തനം. കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൈവമേ, ഈ വചനങ്ങളുടെ അഭിഷേകത്താൽ ഞങ്ങൾ നടത്താൻ പോകുന്ന യാത്രകളെ സമർപ്പിക്കുന്നു. ഇവർ നടത്താൻ പോകുന്ന യാത്രകളെ സമർപ്പിക്കുന്നു. കൂടെ യാത്ര ചെയ്യുന്നവരെയും അവർ യാത്ര ചെയ്യുന്ന വാഹനത്തെയും അത് ഓടിക്കുന്നവരെല്ലാം സമർപ്പിക്കുന്നു. സുരക്ഷിതമായി എത്തിച്ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുവാൻ ഞങ്ങൾക്കും അവർക്കും ഇടയാക്കണമേ. യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. മാലാഖമാരെ ചുറ്റും കാവൽ നിർത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് അഭിഷേകം നിറഞ്ഞ് യാത്ര പുറപ്പെടാവുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വചനങ്ങൾ ഫലപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വചനങ്ങളും ശുശ്രൂഷകളും യഥാക്രമം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പറഞ്ഞു കൊടുത്ത് ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുചേരാം. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസ് അയക്കാവുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ്.